بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد അക്ഷരങ്ങളുടെ മഖാരിജ് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മഖാരിജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന അൽഖാബ്, ചില നാമങ്ങൾ, ആ നാമങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഇനി അക്ഷരങ്ങളുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യമാണ് സിഫാത്തുൽ ഹുറൂഫ്. സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന വിശേഷണങ്ങൾ, സ്വരവിശേഷണങ്ങൾ എന്ന് പറയാം. സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. അസ്സിഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ما قام بالشيء من المعاني كالعلم والسواد والبياض. അല്ലേ? അതാണ് ഭാഷയിൽ സിഫത്ത്, വിശേഷണം, ഗുണം എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സ്വഭാവം, ഗുണം എന്നൊക്കെ പറയാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തുവിൽ കാണപ്പെടുന്നതായ, അത് നിലകൊള്ളുന്നതായ ചില പ്രത്യേകമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിനൽ മആനി, ചില അതിന് നൽകപ്പെടുന്ന ചില ആശയങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൽ ഇൽം, ആശയപരമായ ചില സവിശേഷതകൾ. ഇൽമ് എന്ന് പറഞ്ഞ ഒരു വിശേഷണമാണ്. അയാൾ ആലിമാണ് എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് നമ്മൾ നൽകുന്ന ഒരു വിശേഷണമാണ്. വസ്സവാദ്, കറുപ്പ് നിറം, അല്ലെ, അത് കറുത്ത നിറമാണ് എന്ന് പറഞ്ഞാൽ അസ്വദ് എന്നത് ഒരു വിശേഷണമാണ്. വൽ ബയാദ്, വെള്ള നിറം. അബിയദ് എന്ന് പേര് നൽകി, അല്ലെങ്കിൽ ഒരു വിശേഷണം, ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് അബിയദാണ് എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷണമായി നാം പറയാറുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾക്കാണ് സിഫ, വിശേഷണം എന്ന് പറയാറുള്ളത്. എന്നാൽ ഇവിടെ സാങ്കേതികമായി നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? തജ്വീദിൽ സിഫത്തുൽ ഹുറൂഫ്, സിഫത്തുൽ ഹർഫ്, അക്ഷരത്തിന്റെ വിശേഷണം സിഫത്ത് എന്നതുകൊണ്ട് കൈഫിയ്യത്തുൻ സാബിതത്തുൻ ലിൽ ഹർഫി ഇൻദ നുത്ഖി, അക്ഷരം ഉച്ചരിക്കുമ്പോൾ സ്ഥിരപ്പെടുന്നതായ ഒരു പ്രത്യേകത. കൈഫിയ്യ, അതിന്റെ ഒരു പ്രത്യേകത. മിൻ ജഹ്രിൻ വസ്തിഅലാഇൻ വഖൽഖലത്തിൻ വനഹ്വി ദാലിക്, ജഹ്ർ, ഇസ്തിഅലാ, ഖൽഖല തുടങ്ങിയതുപോലെയുള്ള ചില സവിശേഷതകൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിന് നൽകപ്പെടുന്നതായ ചില പ്രത്യേക സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, സവിശേഷതകൾ, അതാകുന്നു സിഫ എന്ന് നാം സാങ്കേതികമായി പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. والصفات تعتبر بمثابة المعايير للحروف, അക്ഷരങ്ങൾക്ക് അതൊരു അളവുകോലായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അക്ഷരങ്ങൾക്ക് അത് ഒരു അളവുകോലായി സിഫത്തിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. فتميز بينها حتى يعرف القوي من الضعيف, ഖവിയായ ഹർഫ് ദഈഫിൽ നിന്നും വേർതിരിയുന്ന വിധത്തിൽ നമുക്കത് മനസ്സിലാക്കി തരുന്ന പ്രത്യേകമായ ഒരു അളവുകോലായിട്ട് സിഫത്തിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഒരേ മഖ്റജിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന വ്യത്യസ്ത അക്ഷരങ്ങൾ, വഖാസതൻ തിൽക അല്ലതി തഖ്റുജു മിൻ മഖ്റജിൻ വാഹിദ് കത്താഇ വത്താഇ, ഇവ രണ്ടും ഒരേ മഖ്റജിൽ നിന്നും വരുന്നു, എന്നാൽ അവയെ വേർതിരിക്കുന്നത് എന്താണ്? ഇത്ബാഖ്, ഖൽഖല തുടങ്ങിയ താഇന് നൽകപ്പെടുന്ന വിശേഷണങ്ങളാണ്. താഇന് നൽകപ്പെടുന്ന ഇത്ബാഖ്, ഖൽഖല പോലെയുള്ള സിഫത്തുകളാണ് താഇനെ താഇൽ നിന്നും വേർതിരിക്കുന്നത്. ഇത് ഉദാഹരണമായി പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ അക്ഷരങ്ങളെ വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലായിട്ട്, അല്ലെങ്കിൽ അതിൽ ഒരു മിഅ്യാർ ആയി നമുക്ക് അതിനെ പരിഗണിക്കാവുന്നതാണ്. ഫബിബയാനി സിഫ, സിഫ
അക്ഷരത്തിന്റെ സ്വരവിശേഷണം എന്ന ആ ഒരു കാര്യം പ്രകടമാവുന്നതോടെ വ്യക്തമാകുന്നതിലൂടെ തഅരിഫ് കൈഫിയ്യത്തുൽ ഹർഫി ഇൻദ നുത്ഖി ബിഹി, അക്ഷരത്തിന്റെ ഉച്ചാരണത്തിലുള്ള അതിന്റെ ആ കൈഫിയ്യത്ത്, അതിന്റെ രൂപം, അതിന്റെ പ്രത്യേകമായ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മിൻ സലീമി ത്വബ് കജറി സൗതി വഅദമിഹി, ഒരു സാധാരണയായ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു സാധാരണയായ ഒരു വ്യക്തി ശരിയായ വിധത്തിൽ അക്ഷരം ഉച്ചരിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അസുഖം ബാധിച്ച ഒരാൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഒരു വ്യക്തി, ചിലർക്ക് റാഹ് ഉച്ചരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. പിന്നെ നാം പറഞ്ഞിരുന്നത് പോലെ എന്തെങ്കിലും ജലദോഷം പിടിച്ച ആൾക്ക് ശരിക്ക് ഉന്നത്ത് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല. ഇതൊന്നുമില്ലാത്ത സലീമുത്വബായ ഒരു വ്യക്തിയിൽ നിന്ന് ഉച്ചാരണം വരുമ്പോൾ, ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിന്റെ കൈഫിയത്ത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിഫത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സിഫത്തുൽ ഹർഫ് അല്ലെങ്കിൽ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വിശദീകരിക്കാം ബിഇദ്നില്ലാഹി തആല.